ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൈസൂർ ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. തൈരിലുള്ള ആ കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയായും പോകരുത്. അതേപോലെ കുറച്ച് സമയം എടുത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടൊരു ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം വാളംപുളി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത്. മല്ലിയില നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് മാവ് ഇതുപോലെ കുറച്ചായിട്ട് കയ്യിലെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാവ് ഒരു സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ഒരു വശം മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബോണ്ടയാണ് കേട്ടോ ഇത്. എല്ലാവരും ഈ ഒരു മൈസൂർ ബോണ്ട ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.